വാർത്തകൾ വിശദമായി. CPMന്റെ അക്രമ രാഷ്ട്രീയം ഇന്നും തുടരുകയാണെന്നും പക്ഷേ കള്ളക്കടത്തിനും സ്വർണ്ണക്കടത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ. CPMന്റെ അക്രമ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിനെതിരെ DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതന്റെ നേതൃത്വത്തിൽ വണ്ടിത്താവളം ബസ് സ്റ്റാൻഡിന് മുന്നിൽ നടത്തിയ ഏകദിന ഉപവാസ സമരം K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാപ്പകൽ സ്വന്തം മുന്നണിയിലെ പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ വെറുതെ വിട്ട സംഭവത്തിൽ അപ്പീൽ കൊടുക്കാൻ പോലും ജനതാദളിന്റെ നേതൃത്വം തയ്യാറായിട്ടില്ലെന്നും കൃഷ്ണൻകുട്ടി മന്ത്രിയായിരിക്കുന്നത് CPMന്റെ ഔദാര്യം കൊണ്ടാണെന്നും K മുരളീധരൻ പറഞ്ഞു. അപ്പീൽ പോവണമെന്ന് സമ്മർദ്ദം ചെലുത്തിയാൽ BJP ബാന്ധവത്തിന്റെ പേരിൽ തന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയാലോ എന്ന ഭയമാണ് കൃഷ്ണൻകുട്ടിയെ തടയുന്നത്. CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ജനതാദൾ എസിനെ LDFന്റെ ഘടകകക്ഷിയാക്കി നിലനിർത്തിയിരിക്കുന്നത്. DGPയെ നോക്കുകുത്തിയാക്കിയിരുത്തി ADGP വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയാണ് കേരളത്തിൽ. ആ ADGPയെ കള്ളക്കടത്തിന്റെ ആളാണെന്ന് പറഞ്ഞത് ഭരണകക്ഷി MLAയാണ്. ഇതന്വേഷിക്കാൻ DGPയെ പുകമറയാക്കി മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു സംഘിയെ ഡൽഹിക്ക് അയക്കാൻ മുഖ്യമന്ത്രി കൂട്ടുനിന്നുവെന്നും സംഘികളുടെ സഖ്യകക്ഷിയെ കേരളത്തിൽ സഖ്യകക്ഷിയാക്കി വെച്ചിരിക്കുകയാണെന്നും K മുരളീധരൻ പറഞ്ഞു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കൃഷ്ണൻകുട്ടി മന്ത്രിയായിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഔദാര്യത്തിലാണല്ലോ. കാരണം ആ പാർട്ടി ഇന്ന് ആരുടെ കൂടെയാണ്? ഇവർക്ക് 2 MP മാരിപ്പോൾ ലോകസഭയിലുണ്ട്, 2 MLAമാർ നിയമസഭയിലുണ്ട്. കേന്ദ്രത്തിലെ MP മാരെന്ന് പറയുന്നത് BJP സഖ്യത്തിൽ ജയിച്ചു പോയവരാണ്. കേരളത്തിലെ 2 MLAമാരെന്ന് പറയുന്നത് CPM സഖ്യത്തിൽ ജയിച്ചു വന്നവരാണ്. രണ്ടുപേരുടെയും ചിഹ്നം ഒന്നാണ്, പാർട്ടിയുടെ പേരും ഒന്നാണ്. ഇപ്പോൾ ഇവർ ഈ പാർട്ടിയിൽ അംഗമല്ല എന്ന് പറയുമ്പോൾ നിയമസഭാ റെക്കോർഡിൽ ഇപ്പോഴും ഇവർ ജനതാദൾ എസ് അല്ലേ. അപ്പോൾ ഇന്ന് പല ഭാഗത്തും കാണുന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്, CPM BJP കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ജനതാദൾ എസിനെ LDFിലെ ഘടകകക്ഷിയാക്കി ഇപ്പോഴും വെച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഈ കാര്യത്തിൽ ശിവൻ്റെ കാര്യത്തിൽ അപ്പീൽ പോകണം എന്ന് സമ്മർദ്ദം കൃഷ്ണൻകുട്ടി ചെലുത്തിയാൽ ഉടനെ BJP ബാന്ധവത്തിൻ്റെ പേര് പറഞ്ഞ് തന്നെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയെങ്കിലോ എന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കാം. ഏതായാലും മരിച്ചു പോയാലും ഇനി എന്തിനാ ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം കളയുന്നത് എന്നുള്ള രീതിയിലേക്ക് കൃഷ്ണൻകുട്ടി എത്തിച്ചേർന്നു. 4.5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു മുകളിൽ സർക്കാർ അടയിരുന്നുവെന്ന് പറഞ്ഞ മുരളീധരൻ കുറ്റാരോപിതനായ ഇടതുപക്ഷ MLAയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെന്താ 4.5 വർഷമാണ് ഇതിൻ്റെ മേലെ അടയിരുന്നത്. 4.5 വർഷം. എല്ലാവരും ചോദിച്ചു എന്തിനാ അങ്ങനെ ഈ റിപ്പോർട്ടിന് എന്തിനാ അങ്ങനെ പൂഴ്ത്തി വയ്ക്കേണ്ട കാര്യം ഇപ്പോഴാണല്ലോ മനസ്സിലായത്. സർവകലാവല്ലഭന്മാരെയൊക്കെ നിയമസഭയിലേക്ക് അയച്ചല്ലോ ഈ പാർട്ടി. ഞാൻ അത്ഭുതപ്പെടുന്നത് 10 വർഷം കൊല്ലത്തിൻ്റെ MLAയും 5 വർഷം മന്ത്രിയായിരുന്ന ആളാണ് PK ഗുരുദാസൻ. ആ മനുഷ്യൻ സ്വന്തമായിട്ട് വീട് പോലും ഉണ്ടാക്കിയിട്ടില്ല. അവസാനം അദ്ദേഹം താമസിച്ചിരുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ട് CPMന്റെ. ആ ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായപ്പോൾ പെരുവഴിയിലായ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനം പാർട്ടി തന്നെ വീടുണ്ടാക്കി കൊടുത്തു. ആ മനുഷ്യൻ ഇരുന്ന സ്ഥാനത്താണ് ഈ വിദ്വാനെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയതും 2 തവണ MLA ആക്കിയത്. അതും എവിടെയൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ എന്താണ് നടന്നതെന്ന് സഹോദരിമാർ മുമ്പിലുള്ളതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ട്. പണ്ട് കാലത്ത് ചില കുറിച്ച് പറയും നടന്ന് പെടുക്കുക എന്ന് കേട്ടിട്ടുണ്ട്. നടന്ന് പൂശുന്ന ആദ്യമായിട്ട് വെക്കുക. അതൊരു MLA, ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു MLA. പരിപാടിയിൽ ചിറ്റൂർ ബ്ലോക്ക് പ്രസിഡന്റ് K മധു അധ്യക്ഷനായി. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ, മുൻ MLA K അച്യുതൻ, പട്ടഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ്, കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.